ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് +1 കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റേഴ്സ്, അതായത് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചാപ്റ്ററിലെ റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ലിമിറ്റിംഗ് റിയേജൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻസ് ആണ്. ഫസ്റ്റ് എന്താണ് സൊല്യൂഷൻ എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ അല്ലേ, രണ്ട് മിക്സ്ചേഴ്സിനെ പറ്റി നമ്മൾ ആദ്യം ക്ലാസ് തുടങ്ങിയപ്പം ഞാൻ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ്. ഹോമോജീനിയസ് മിക്സ്ചറും ഹെട്രോജീനിയസ് മിക്സ്ചറും. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയാം. രണ്ട് ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്തിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഒരു 2 ഗ്ലാസ്സിൽ വാട്ടർ എടുത്തിരിക്കുകയാണ്. അപ്പം ആ വെള്ളത്തിൽ ഞാൻ ഒന്നിൽ പഞ്ചസാര ഇടുന്നു. ഓക്കെ, ഫസ്റ്റ് ഇതിനകത്ത് ഞാൻ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. ആ വെള്ളത്തിലോട്ട് ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നു. മറ്റേതിൽ ഞാൻ സാൻഡ് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ആദ്യത്തേതിൽ ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നു, രണ്ടാമത്തേതിൽ ഞാൻ സാൻഡ് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇത് ഞാൻ രണ്ടും നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുകയാണ്. സോ ആരാണ് നന്നായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ടാവുക? ഷുഗർ ആണോ സാൻഡ് ആണോ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ടാവുക? നമുക്കറിയാം പഞ്ചസാര ആയിരിക്കും ഡിസോൾവ് ആയിട്ടുണ്ടായിരിക്കാം. സോ എല്ലാ ഭാഗത്തും, അതായത് എവിടെയാണോ അവിടെ എല്ലാം ഒരേപോലെ ഡിസോൾവ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എല്ലായിടത്തും ഒരേപോലെ ഡിസോൾവ് ആയിട്ടുള്ളവയെ നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നു. അപ്പം എല്ലാ സൊല്യൂഷനുകളും ഹോമോജീനിയസ് മിക്സ്ചറാണ്. ഓക്കെ, എല്ലാ സൊല്യൂഷൻസും എന്താണ്? ഹോമോജീനിയസ് മിക്സ്ചറാണ്. എക്സാമ്പിൾ പഞ്ചസാര വെള്ളം, ഉപ്പ് വെള്ളം, ഗ്ലൂക്കോസ് വെള്ളം, ഇതെല്ലാം എന്താണ്? സൊല്യൂഷനുകളാണ്. സോ ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്ത് വേണം? 2 പേര് വേണം അല്ലേ? സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ 2 പേര് വേണം. അത് ആരൊക്കെയാണ്? ഒന്ന് സൊല്യൂട്ട് വേണം, മറ്റേത് സോൾവെന്റ് വേണം. ഓക്കെ, ഇങ്ങനെ 2 ആൾക്കാർ കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? സൊല്യൂഷൻ ഉണ്ടാവുന്നത്. അപ്പം സൊല്യൂട്ടും സോൾവെന്റും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? സൊല്യൂഷൻ. അതായത് ലീനവും ലായകവും ചേർന്നാണ് ലായനി ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ പഞ്ചസാരയും വെള്ളവും ചേർത്തിരിക്കുകയാണെങ്കിൽ അതിൽ ചേർത്ത പഞ്ചസാരയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ ഷുഗർ ആണ് ചേർന്നത്. അപ്പോൾ ആ ഷുഗർ, അതിൽ ചേർത്തിരിക്കുന്ന ഷുഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ വെള്ളത്തിൽ, അതായത് ഇതിലുള്ള വെള്ളത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോൾവെന്റ് എന്ന് പറയുന്നത്. സോ ഈ സൊല്യൂട്ടും ഈ സോൾവെന്റും ചേർന്നാണ് ഇവിടെ എന്തുണ്ടായത്? സൊല്യൂഷൻ ഉണ്ടായത്. ക്ലിയർ ആയോ? സോ അതായത് കൂടുതൽ അളവുള്ളത് ഏതാണോ അതാണ് സോൾവെന്റ്, കുറവ് അളവുള്ളത് ഏതാണോ അതാണ് സൊല്യൂട്ട്. ഓക്കെ, കൂടുതൽ അളവെന്ന് പറയുമ്പോൾ വെള്ളമാണ് അല്ലേ, അപ്പം അതിനെയാണ് നമ്മൾ സോൾവെന്റ് എന്ന് പറയുന്നത്. കുറവളവുള്ളതെന്ന് പറഞ്ഞ ഷുഗർ, അതിനെ നമ്മൾ എന്ത് പറയും? സൊല്യൂട്ട് എന്ന് പറയുന്നു. ഓക്കെ, സോ വീണ്ടും ഞാനൊരു 2 ഗ്ലാസ് വെള്ളം എടുക്കുകയാണ്. ഒന്നിൽ ഞാൻ 1 ടീസ്പൂൺ എന്താണ് ഷുഗർ ചേർക്കുന്നു, മറ്റേതിൽ ഞാൻ 2 ടീസ്പൂൺ ഷുഗർ ചേർക്കുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ഷുഗറും സാൻഡും ആണ് ചേർത്തത് അല്ലേ. അപ്പം ഞാൻ ഇപ്പോൾ ഇതിലെ ഒരെണ്ണത്തിൽ ഈ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിൽ ഞാൻ 1 ടീസ്പൂൺ ഷുഗർ ചേർക്കുന്നു, മറ്റേ ഗ്ലാസ്സിലെ വെള്ളത്തിൽ ഞാൻ 2 ടീസ്പൂണ് ഷുഗർ ആഡ് ചെയ്യുന്നു. ഓക്കെ, സോ അപ്പോൾ ഇതിലേതിനായിരിക്കും കോൺസെൻട്രേഷൻ കൂടുതൽ ഉണ്ടായിരിക്കുക? നിങ്ങൾക്കറിയാമോ ഏതിലായിരിക്കും കോൺസെൻട്രേഷൻ കൂടുതലുണ്ടായിരിക്കുക? നമുക്കറിയാം 2 ഗ്ലാസ്സിലും ചേർത്തത് സെയിം വാട്ടറാണ് അല്ലേ. ഇതിലും ഒരേ വാട്ടറാണ്, ഇതിലും ഒരേ വാട്ടറാണ് നമ്മൾ ചേർത്തത്. സോ വാട്ടറിൻ്റെ അളവും സെയിം ആണ്. അതായത് 2 ഗ്ലാസ്സിലും ചേർത്തത് ഒരേ വാട്ടറാണ്, ആ വാട്ടറിൻ്റെ അളവ് സെയിം ആണ്. അതേപോലെ സോൾവെന്റ് സെയിം ആണ് അല്ലേ, സോൾവെന്റ് സെയിം ആണ്. സോ ചേർത്ത പഞ്ചസാരയും സെയിം ആണ്. എന്താണ് അതിൽ വ്യത്യാസമുള്ളത്? പഞ്ചസാരയുടെ അളവിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഒരെണ്ണത്തിൽ 1 സ്പൂൺ പഞ്ചസാരയും മറ്റേത് 2 സ്പൂൺ പഞ്ചസാരയും ചേർത്തു എന്നത് മാത്രമാണ് അതിലുള്ള ഒരു വ്യത്യാസം. സോ നമ്മൾ എന്താണോ സൊല്യൂട്ട് ചേർത്തിരിക്കുന്നത്, അത് ആ ചേർത്ത സൊല്യൂട്ട് ഏതിലാണോ കൂടുതലായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അതിനായിരിക്കും കോൺസെൻട്രേഷൻ കൂടുതൽ. അപ്പം ഇതിൽ 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്തതിനായിരിക്കും കോൺസെൻട്രേഷൻ കൂടുതലുണ്ടായിരിക്കാം. ഓക്കെ, സോ അപ്പം കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
Concentration, the amount of solute present in a given amount of solvent or solution. അതായത് ഒരു സൊല്യൂഷനിലോ അല്ലെങ്കിൽ സോൾവെന്റിലോ പ്രസന്റ് ആയിട്ടുള്ള സൊല്യൂട്ടിന്റെ അളവിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഒരു സൊല്യൂഷനിലോ അല്ലെങ്കിൽ ഒരു സോൾവെന്റിലോ പ്രസന്റ് ആയിട്ടുള്ള സൊല്യൂട്ടിന്റെ അളവിനെയാണ്, എത്രത്തോളം സൊല്യൂട്ട് നമ്മൾ ചേർത്തിട്ടുണ്ടോ ആ അളവിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ കോൺസെൻട്രേഷൻ നമുക്ക് പല ടേംസിൽ പറയാം. ഓക്കെ, മാസിനനുസരിച്ച് പറയാം. എന്തൊക്കെയാ, അതായത് മാസിനനുസരിച്ച് പറയാം, അതേപോലെ വോളിയത്തിനനുസരിച്ച് പറയാം, അതേപോലെ മോൾസിൻ്റെ എണ്ണത്തിനനുസരിച്ച് പറയാം. അങ്ങനെ പല പല ടേംസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ കോൺസെൻട്രേഷൻ പറയാൻ പറ്റും. അപ്പോൾ കോൺസെൻട്രേഷൻ നമ്മൾ എങ്ങനെയൊക്കെയാണ് പറയുന്നത് നമുക്കിനി അടുത്തത് ഡിസ്കസ് ചെയ്യാം. First one mass percentage, second one volume percentage, third one mole fraction, fourth one molarity, fifth one molality. ഓക്കെ, ഇങ്ങനെ ഈ 5 ടേംസിലാണ് ഈ നമ്മൾ കോൺസെൻട്രേഷനെ ടേംസുകൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് ഈ മാസ് പെർസെൻറ്റേജിനെ വോളിയം പെർസെൻറ്റേജിനെ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും. അതുപോലെ മൊളാലിറ്റിയെ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും. ഇതിനെ മാത്രം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, ബാക്കി ഈ രണ്ടെണ്ണത്തിനെ നമുക്ക് ഒരേപോലെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. സോ ഫസ്റ്റ് നമുക്ക് മാസ് പെർസെൻറ്റേജും വോളിയം പെർസെൻറ്റേജും എന്താണെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സബ്ജക്ട്സിന്, അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ സബ്ജക്ട്സിൻ്റെയും മാർക്കുകൾ കൂട്ടിയാൽ നിങ്ങൾക്കൊരു ടോട്ടൽ മാർക്ക് കിട്ടും അല്ലേ. ഒരു ടോട്ടൽ മാർക്ക് നമുക്ക് കിട്ടും. നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടോ ആ സബ്ജക്ട്സിൻ്റെ എല്ലാം കൂടി മാർക്ക് നമ്മൾ ഒന്നിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്കൊരു ടോട്ടൽ മാർക്ക് കിട്ടും. സോ ആ ടോട്ടൽ മാർക്കിൽ ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്കിൻ്റെയും പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സോ ഇപ്പോൾ ഇംഗ്ലീഷിന് കിട്ടിയ മാർക്ക് നിങ്ങൾക്ക്, ഇപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നിങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇംഗ്ലീഷിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണോ ആ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100 അല്ലേ. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ആ സബ്ജക്റ്റിന് എത്ര പെർസെൻറ്റേജ് ആണോ കിട്ടിയത് ആ പെർസെൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് മാസ് പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ഒരു പഞ്ചസാര വെള്ളത്തിലുള്ള പഞ്ചസാരയുടെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അപ്പം അതായത് പഞ്ചസാരയുടെ മാസ് ആദ്യം കാണും അല്ലേ. മാസ് ഓഫ് ഷുഗർ ഡിവൈഡഡ് ബൈ എന്തുവാ, പിന്നെ അതിനകത്തെ ടോട്ടൽ എല്ലാം കൂടെ എത്രയാണ്? മാസ് ഓഫ് ഷുഗർ സൊല്യൂഷൻ അല്ലേ. മാസ് ഓഫ് ഷുഗർ സൊല്യൂഷൻ ഇൻറ്റു 100. മനസ്സിലായോ? ഇനി അതല്ല, ഒരു ഉപ്പ് വെള്ളത്തിലുള്ള ഉപ്പിൻ്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ്? മാസ് ഓഫ് സോൾട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾട്ട് സൊല്യൂഷൻ ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ പഞ്ചസാര വെള്ളത്തിലുള്ള വെള്ളത്തിൻ്റെ മാസ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതേപോലെ തന്നെ മാസ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഷുഗർ സൊല്യൂഷൻ ഇൻറ്റു 100. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ മാസ് പെർസെൻറ്റേജ് എങ്ങനെയാണ് അപ്പോൾ കാണുന്നത്? ഓക്കെ, മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മാസ് ഓഫ് component divided by total mass of the solution into 100. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് കാണുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വോളിയം പെർസെൻറ്റേജ് എങ്ങനെയായിരിക്കും കാണുന്നത്? മാസ് പെർസെൻറ്റേജും വോളിയം പെർസെൻറ്റേജും നമുക്ക് ഒരേപോലെ പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞു. സോ വോളിയം പെർസെൻറ്റേജ് കാണുന്നത് വോളിയം ഓഫ് കമ്പോണൻറ്റ്, മാസിൻ്റെ സ്ഥാനത്ത് വോളിയം ആകും, അത്ര മാത്രമേ ഉള്ളൂ. വോളിയം ഓഫ് കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ. ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. ക്ലിയർ ആയോ? സോ സിമ്പിൾ അല്ലേ? സോ ഇങ്ങനെയാണ് നമുക്ക് മാസ് പെർസെൻറ്റേജും അതേപോലെ വോളിയം പെർസെൻറ്റേജും കണ്ടുപിടിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളിപ്പം വാട്ടറും എഥനോളും കൂടെ മിക്സ് ചെയ്തെന്ന് വെച്ചോ, അതിൽ എഥനോളിൻ്റെ വോളിയം പെർസെൻറ്റേജ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെ കാണും? വോളിയം ഓഫ്
ethanol divided by volume of solution into 100. ഓക്കെ, ഇങ്ങനെയാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. സോ ഇത് തന്നെ മോളുകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ, അതായത് ഇങ്ങനെ ഇപ്പം നമ്മൾ മാസ് പെർസെൻറ്റേജും വോളിയം പെർസെൻറ്റേജും കണ്ടുപിടിക്കുന്നത് പോലെ മോളുകളുടെ എണ്ണമാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? മോൾ ഫ്രാക്ഷൻ. അപ്പോൾ എന്താണ് ഇനി മോൾ ഫ്രാക്ഷൻ എന്ന് നോക്കാം. സോ ഞാൻ ഇപ്പം എ എന്ന് പറയുന്ന ഒരാളെയും ബി എന്ന് പറയുന്ന ഒരാളെയും കൂടി ചേർത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി. അതിൽ എയുടെ മോളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 5 മോളാണ്. 5 മോളാണ്. ഇനി ബിയുടെ മോളുകളുടെ എണ്ണം 3 ആണെന്ന് വിചാരിക്കുക. 3 മോൾസ് ആണ്. സോ ഇനി ഈ എയുടെ മോളുകളുടെ എണ്ണവും ബിയുടെ മോളുകളുടെ എണ്ണവും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് ഇത്? നമ്മളിപ്പോൾ മോളുകളുടെ എണ്ണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഓക്കെ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. സോ ബിയുടെ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ചെയ്താൽ നമുക്ക് ബിയുടെ മോളുകളുടെ എണ്ണം കിട്ടും. അതുപോലെ എയുടെ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ചെയ്താൽ എയുടെ മോളുകളുടെ എണ്ണവും കിട്ടും. സോ 5 മോള് എ ഉണ്ട്, 3 മോള് ബി ഉണ്ട്. 3 മോള് ബി ഉണ്ട്. സോ ഇതിൻ്റെ ടോട്ടൽ എത്ര മോൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളപ്പോൾ എത്ര പറയും? ടോട്ടൽ എന്ന് പറയുമ്പം എ പ്ലസ് ബി. സോ 5 + 3 = 8 മോൾസ് അല്ലേ? 8 മോൾസ് ഉണ്ട്. സോ അതിൽ 5 എണ്ണം എയുടേതുമാണ്, അതേപോലെ 3 എണ്ണം ബിയുടേതുമാണ്. അപ്പോൾ 5 അതായത് 8ൽ 5 എയുടെയാണ് അല്ലേ? 8ൽ 5 അതായത് ഈ ടോട്ടൽ നമുക്ക് ഇത് രണ്ടും കൂടെ കിട്ടുമ്പോൾ 8 മോളാണ് കിട്ടുന്നത്. സോ ആ 8ൽ 5 എണ്ണം ആരുടെയാണ്? എയുടെയാണ്. 8ൽ 3 എണ്ണം ആരുടെയാണ്? ബിയുടെയാണ് അല്ലേ? അപ്പം ഇതാണ് ഈ 8ൽ 5 എന്ന് പറയുന്നതാണ് എന്ത്? എയുടെ മോൾ ഫ്രാക്ഷൻ. ക്ലിയർ ആയോ? ഈ 8ൽ 5 എന്ന് പറയുന്നതാണ് എയുടെ മോൾ ഫ്രാക്ഷൻ. സോ നമ്മൾ ഇതിനെ കൈ എ എന്ന് പറയും. കൈ എ. സോ കൈ എ = 5/8 അല്ലേ? ക്ലിയർ ആയി? അപ്പൊ ബിയുടെ എത്രയാണ്? അപ്പൊ ബിയുടെ എങ്ങനെയാ? കൈ ബി = 3/8 അല്ലേ? അപ്പോൾ ഇതാണ് ബിയുടെ മോൾ ഫ്രാക്ഷൻ. അതായത് ബിയുടെ മോളുകളുടെ എണ്ണം ബൈ ടോട്ടൽ മോളുകളുടെ എണ്ണം ആവുമ്പോൾ 3/8 ആണ്. സോ ഇതാണ് ബിയുടെ മോൾ ഫ്രാക്ഷൻ. സോ മോൾ ഫ്രാക്ഷൻ എന്നാൽ അപ്പോൾ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ കമ്പോണൻസ്. ഓക്കെ, അപ്പം എന്താണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ number of moles of component divided by total number of moles of all component. So അങ്ങനെയാണെങ്കിൽ കൈ എ പ്ലസ് കൈ ബി എത്രയാണ്? ഓക്കെ, നമുക്കറിയാം എത്രയായിരിക്കും? കൈ എ നമുക്കറിയാം 5/8 അല്ലേ? കൈ ബി നമുക്കറിയാം 3/8. സോ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പം 8/8. സോ 1. മനസ്സിലായോ? അതായത് ഒരു സൊല്യൂഷനിലുള്ള മുഴുവൻ ആളുകളുടെ മോൾ ഫ്രാക്ഷൻസ് കൂട്ടിയാൽ അത് എന്തായിരിക്കും? 1 ആയിരിക്കും. മനസ്സിലായോ? ഒരു സൊല്യൂഷനിലുള്ള മുഴുവൻ ആളുകളുടെയും മോൾ ഫ്രാക്ഷൻസ് കൂട്ടിയാൽ അത് 1 ആയിരിക്കും. സം ഓഫ് മോൾ ഫ്രാക്ഷൻസ് ഓഫ് ഓൾ കമ്പോണൻസ് = 1. ഓക്കെ, സം ഓഫ് മോൾ ഫ്രാക്ഷൻസ് ഓഫ് ഓൾ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? = 1 ആയിരിക്കും. ഓക്കെ, അപ്പം എയും ബിയും സിയും കൂടി ചേർത്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കി എയുടെ മോൾ ഫ്രാക്ഷനും ബിയുടെ മോൾ ഫ്രാക്ഷനും സിയുടെ മോൾ ഫ്രാക്ഷനും എല്ലാം കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ, സോ ഇതിന് ജനറൽ ആയിട്ട് ഇങ്ങനെ എഴുതാം.
ഇതിനെ ജനറൽ ആയിട്ട് എഴുതാം. അതായത് എയുടെ മോളുകളുടെ എണ്ണം. ഓക്കെ, എയുടെ മോളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? NA. ഇനി ബിയുടെ മോളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? NB. എങ്കിൽ ടോട്ടൽ മോളുകളുടെ എണ്ണം എത്രയായിരിക്കും? ടോട്ടൽ മോളുകളുടെ എങ്ങനെ? NA പ്ലസ് NB ആയിരിക്കും അല്ലേ? സോ എങ്കിൽ കൈ എ ആൻഡ് കൈ ബി എത്രയായിരിക്കും? നമുക്കറിയാം കൈ എ എന്ന് പറഞ്ഞാൽ NA അല്ലേ? NA. അപ്പം NA കൈ എ എന്നാൽ എയുടെ മോളുകളുടെ എണ്ണം ബൈ ടോട്ടൽ മോളുകളുടെ എണ്ണം. അപ്പോൾ NA ബൈ ടോട്ടൽ മോളുകളുടെ എണ്ണം എന്ന് പറയുമ്പം NA പ്ലസ് NB ആ ടോട്ടൽ മോളുകളുടെ എണ്ണം അല്ലേ? അപ്പം എയുടെ മോളുകളുടെ എണ്ണം ബൈ ടോട്ടൽ മോളുകളുടെ എണ്ണം കണ്ടോ, ഇതായിരിക്കും എന്തവ് കൈ എ എന്ന് പറയുന്നത്. അപ്പൊ കൈ ബി എന്ന് പറയുന്നത് എന്തുവായിരിക്കും? NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB അല്ലേ? സോ കൈ എ പ്ലസ് കൈ ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. ക്ലിയർ ആയോ? സോ സപ്പോസ് നിങ്ങൾ ഇപ്പോൾ ചെയ്തപ്പോൾ കൈ എ പ്ലസ് കൈ ബി ഈസ് ഈക്വൽ ടു 1.2 ആണ് വന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഓർത്തോണം, നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. ഒരിക്കലും സൊല്യൂഷനിലുള്ള ഒരാളുടെ മോൾ ഫ്രാക്ഷൻ 0യ്ക്ക് 1നും ഇടയിലുള്ള നമ്പർ അല്ലാതെ വേറൊരു നമ്പർ വരില്ല. 0യും വരില്ല, 1ഉം വരില്ല. 0യ്ക്കും 1നും ഇടയിലുള്ള ഒരു നമ്പർ മാത്രമേ വരത്തുള്ളൂ. സോ അപ്പം 1.2 ഒക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങൾ ഓർത്തോണം, അത് തെറ്റാണ്. സോ ഇപ്പം നമ്മൾ പഠിച്ച സൊല്യൂഷൻസും അതുപോലെ കോൺസെൻട്രേഷൻ്റെ 5 ടേംസും അതിൽ മോൾ ഫ്രാക്ഷൻസ് വരെയുള്ള ടേംസ് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൊളാലിറ്റിയും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി